അമേരിക്ക അണുബോംബ് പൊട്ടിക്കാൻ പോകുന്നു. ഇനി എന്തായിരിക്കും ലോകത്ത് സംഭവിക്കുക? ട്രംപ് കാലങ്ങളായി പറയുന്ന പലതും കള്ളമാണ്. ഇപ്പോൾ ഒരു വലിയ കള്ളം ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ട്രംപ് പറയുന്നു, മറ്റ് രാജ്യങ്ങളുടെ ആണവ ശേഷിയോട് കിടനിൽക്കാൻ, തുല്യത പാലിക്കാൻ നമ്മൾ അണുസ്ഫോടനം നടത്തും. പുടിൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അണുസ്ഫോടനം നടത്തിയിട്ടില്ല. ഇപ്പോൾ പെട്ടെന്നൊരു പ്രൊവോക്കേഷൻ എന്ന് പറഞ്ഞാൽ റഷ്യ സമീപകാലത്ത് അന്തർവാഹിനിയിൽ നിന്ന് ആകാശത്ത് നിന്ന് വിക്ഷേപിക്കാവുന്ന ആണവ ആയുധങ്ങൾ വഹിക്കാൻ പറ്റുന്ന മിസൈലുകളുടെ പരീക്ഷണം നടത്തി കഴിഞ്ഞ ഒക്ടോബർ 21, 28 തീയതികളിൽ. അപ്പോൾ ന്യൂക്ലിയർ എക്സർസൈസ് നടത്താനായിട്ട് പറഞ്ഞു. പക്ഷേ അണുസ്ഫോടനം നടത്തിയില്ല. ട്രംപ് എന്താ പറയുന്നത്? അതായത് മറ്റുള്ളവർ നടത്തിയത് കൊണ്ട് നമ്മൾ നടത്തണം എന്ന് ട്രംപ് പെൻറ്റഗണിനോട് പറഞ്ഞു. അതായത് ഈ ബുസാനിൽ ഷീയുമായിട്ടൊരു ഉച്ചകോടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എയർഫോഴ്സ് 1 വിമാനം ഉണ്ടല്ലോ, അതുകൂടാതെ എയർഫോഴ്സ് 1 എന്ന് പറയുന്ന ഹെലികോപ്റ്ററുണ്ട്. ബുസാനിലേക്ക് ആ ഹെലികോപ്റ്ററിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഞാൻ പെൻറ്റഗണിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കൻ പ്രതിരോധ വകുപ്പിന് ട്രംപ് ഒരു മാസം മുമ്പാണ് പേര് മാറ്റി. ഡിഫൻസ് മിനിസ്ട്രി എന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാർ എന്നാക്കി. യുദ്ധം ചെയ്യാനുള്ള വകുപ്പ്. അതായത് യുദ്ധം ചെയ്യുക എന്നുള്ളത് തനിക്കൊരു ഹരമാണെന്ന് കാണിക്കാൻ ആ വകുപ്പിൻ്റെ പേര് തന്നെ വാർ എന്നൊക്കെ ആക്കി മാറ്റി. അപ്പോൾ അത് തന്നെ ഈ അമേരിക്കയുടെ ഒരു ഭീകര മുഖം ലോകത്തിന് മുമ്പിൽ കാണിക്കാനും മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താനുമുള്ള അമേരിക്കയുടെ ഒരു ശ്രമമാണ്. ഇപ്പോൾ അമേരിക്ക എന്തിനാണ് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നത്? ഇപ്പോൾ ട്രംപിൻ്റെ കാലത്താണ് അമേരിക്കയുടെ പ്രസിഡൻറ്റുമാരിൽ ഏറ്റവും ദുർബലനായ പ്രസിഡൻ്റ് ആയിരിക്കുന്നു അമേരിക്ക. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ, അതായത് ബ്രസീൽ പ്രസിഡൻറ്റ് ലുലു ട്രംപുമായിട്ട് ചർച്ച നടത്തുമ്പോൾ അതിൻ്റെ ശരീരഭാഷ, ലുലുവിൻ്റെ ശരീരഭാഷ കാരണം ട്രംപ് ഇരിക്കുമ്പോൾ ട്രംപിൻ്റെ മുന്നിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിട്ട് ലുലുവിൽ ഇരിക്കുന്നു. എന്നിട്ട് കാലിങ്ങനെ ആട്ടുകയാണ്. എന്നിട്ട് പറയുന്നു, നമ്മൾ തമ്മിൽ വർത്തമാനമൊക്കെ പറയാം, പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങൾക്ക് നേരെ ചുമത്തിയിരിക്കുന്ന 50% താരിഫ് പിൻവലിക്കുക, എങ്കിൽ സംസാരിക്കാം. നോക്കൂ, ബ്രസീൽ എന്ന് പറയുന്ന ആണവശേഷി പോലുമില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് ലോക പോലീസുകാരനായ അമേരിക്കയുടെ മുന്നിൽ, ട്രംപിൻ്റെ മുന്നിൽ കാലിന്മേൽ കാല് കയറ്റിയിരുന്ന് അങ്ങനെ ഇടങ്കാലിങ്ങനെ കുലുക്കിക്കൊണ്ട്, ഷൂ ഇങ്ങനെ ആട്ടിക്കൊണ്ട് പറയാം, ആദ്യം ഇയാൾ താരിഫ് പിൻവലിക്കുക, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ സെലൻസ്കിയെ വിളിച്ചിട്ട് വരട്ടിയ, തെറി പറഞ്ഞ, തല്ലാൻ പോയ ഒരു ട്രംപിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ഉക്രൈനോളം പോലും സൈനിക ശേഷി വേണമെങ്കിൽ ഇല്ലെന്ന് പറയാം. ആർക്ക്? ബ്രസീലിന്. ബ്രസീൽ പ്രസിഡന്റ് അത്ര തൻ്റെ ഇടം കാണിക്കുന്നത്. അപ്പോൾ ലോകത്ത് അമേരിക്കയുടെ എന്താണ് ഒരു മേധാവിത്വം വല്ലാതെ ചോർന്നു പോകുന്നു. റഷ്യ പറയുന്നു, എനിക്കിനി ട്രംപിനെ കാണാൻ നേരമൊന്നുമില്ല. ഹംഗറിയിൽ ബുഡാപെസ്റ്റിലേക്ക് ഉച്ചകോടിക്ക് ട്രംപ് തീയതി നിശ്ചയിക്കുന്നു. പുടിൻ പറയുന്നത്, എനിക്ക് സൗകര്യമില്ല വരാൻ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, സൈനിക മേധാവിയെയും പ്രതിരോധ മന്ത്രിയെയും വിളിച്ചിട്ട് പറഞ്ഞു, ആണവ എക്സർസൈസ് നടത്തൂ എന്ന് പറഞ്ഞു. ബുഡാപെസ്റ്റിലേക്ക് വരുന്നില്ല, പകരം അമേരിക്കയെ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ആണവ സന്നാഹങ്ങളുടെ ഒരു പരീക്ഷണം നടത്തി. ആണവ വാർഹെഡ് ഘടിപ്പിക്കാതെയുള്ള മിസൈലുകൾ സബ്മറൈനിൽ നിന്ന്, കടലിനടിയിൽ നിന്ന്, ആകാശത്ത് നിന്നൊക്കെ പരീക്ഷിച്ച് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ആണവ ശേഷി എപ്പോൾ വേണേലും ഉപയോഗിക്കുന്ന തരത്തിൽ ഭദ്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് പെട്ടെന്ന് ട്രംപിനുണ്ടായ പ്രൊവോക്കേഷൻ. പക്ഷേ ട്രംപ് ഒരു പടി മുന്നോട്ട് നടന്നിട്ട് പറയാണ്, നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാറിനോട് പറഞ്ഞിരിക്കുന്നു, ഒരെണ്ണം എടുത്ത് പൊട്ടിക്കടേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എവിടെ കൊണ്ട് പൊട്ടിക്കും, എപ്പോൾ പൊട്ടിക്കും? അപ്പോൾ ഒരു കള്ളം, ട്രംപ് പറഞ്ഞിരിക്കുന്ന കള്ളം മറ്റുള്ളവർ പൊട്ടിച്ചതുകൊണ്ട് ഞങ്ങൾ പൊട്ടിക്കാൻ പോകുന്നു. ഇത് പറയുമ്പോൾ ആലോചിക്കണം, കഴിഞ്ഞ 33 വർഷത്തിനിടെ അമേരിക്ക ഇതുവരെ ആണവ സ്ഫോടനം നടത്തിയിട്ടില്ല. ഏറ്റവും അവസാനം ആണവ സ്ഫോടനം ലോകത്ത് നടത്തിയത് 2017 വടക്കൻ കൊറിയയാണ്. വടക്കൻ കൊറിയ പിന്നെ ട്രംപ് പറഞ്ഞാലൊന്നും എടുക്കും, പൊട്ടിക്കും, ആരോടും ചോദിക്കാമല്ലോ. കിമ്മിന് തോന്നിയാൽ പൊട്ടിക്കും, എന്തും പൊട്ടിക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും, അമേരിക്ക കൊണ്ടുവന്ന് ഞാൻ ബോംബിടും കേട്ടോ, ട്രംപെ നിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ബോംബിടും എന്നൊക്കെ ഈ കിം പറയും. പിന്നെ ഈ പറയുന്ന വീരസിംഗ് പറയുന്ന പുള്ളിക്ക് പ്ലെയിനെ കയറാൻ പേടിയാണ്. അതുകൊണ്ട് പുള്ളി എവിടെ പോകുന്നത് എങ്ങനെയാണ്? ട്രെയിനിലാണ്. കിമ്മിന് പോകാൻ ട്രെയിനാണ്. ചൈനയിൽ പോയാൽ ട്രെയിൻ, റഷ്യ പോയാൽ ട്രെയിൻ. ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇന്ത്യ നമ്മുടെ പ്രധാനമന്ത്രി എങ്ങാനും കിമ്മിനെ ക്ഷണിച്ചാൽ പുള്ളി ഒരു റെയിൽവേ ലൈൻ ഉണ്ടാക്കും ഡൽഹിക്ക്. നടക്കുന്ന കാര്യമാണോ? അപ്പോൾ നമ്മൾ ഒരു തമാശയ്ക്ക് പറഞ്ഞാണ്, 2017 ലോകത്ത് അവസാനമായി ഒരു അണുപരീക്ഷണം നടത്തിയത്. USSR ആയിരുന്ന കാലത്ത് റഷ്യ നടത്തിയിട്ടുണ്ട്. സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്ത് സോവിയറ്റ് യൂണിയൻ വിഘടിച്ചു പോയി, പല രാജ്യങ്ങളായി മാറി. റഷ്യ ഏറ്റവും വലിയ രാജ്യമായി മാറിയതിന് ശേഷം റഷ്യ ഇന്നുവരെ അണുസ്ഫോടനം നടത്തിയിട്ടില്ല. USSR തന്നെ, സോവിയറ്റ് യൂണിയൻ തന്നെ 1990 അവസാനത്തെ ആണവസ്ഫോടനം നടത്തിയത്. പിന്നെ
പിന്നെയുള്ളത് ചൈനയാണ്. ചൈനയാണെങ്കിൽ ചൈന 1996 അവസാനം ഒരു അണുബോംബ് പൊട്ടിച്ചത്. അമേരിക്ക 1992. അപ്പോൾ പെട്ടെന്ന് എന്താണ് ട്രംപിന് ഒരു അണുബോംബ് എടുത്ത് പൊട്ടിക്കാൻ തോന്നിയത്? അപ്പോൾ ഒരു കാര്യം ട്രംപ് പറയുന്നുണ്ട്, അത് ചൈനയുണ്ടല്ലോ 2020 ഉണ്ടായിരുന്നതിനേക്കാളും ഇരട്ടിയാക്കി ഇപ്പോൾ അവരുടെ ബോംബുകൾ. അത് കണക്ക് നോക്കുമ്പോൾ ഒരു ഏജൻസിയുണ്ട്, ആംസ് കൺട്രോൾ അസോസിയേഷൻ എന്ന് പറഞ്ഞ അമേരിക്കയുടെ ഒരു ഏജൻസി ഉണ്ട്. ഈ അമേരിക്കയുടെ ഏജൻസി പറയുന്നത്, അമേരിക്കൻ ഏജൻസി തന്നെയായ ആംസ് കൺട്രോൾ അസോസിയേഷൻ പറയുന്ന ചൈനയുടെ പക്കൽ 2020 300 അണുബോംബുകൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ 2025 ആയപ്പോൾ 600 ആയിട്ടുണ്ട്. 2030 ആകുമ്പോൾ, അതായത് ഇനി 5 വർഷം കഴിഞ്ഞാൽ ചൈന അത് 1000 ആക്കാൻ നോക്കും. അപ്പോൾ നമ്മൾ ഓർക്കും 1000 അണുബോംബുകൾ ചൈനയുടെ പക്കലുണ്ട്, അപ്പോൾ അമേരിക്കയ്ക്ക് പേടിയാണ് എന്ന് നമുക്ക് തോന്നും. ട്രംപ് ഇന്നലെ ഒരു ഡയലോഗ് അടിച്ചു, അതായത് നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട്, എൻ്റെ കയ്യിൽ ഒരുപാട് സാധനം പൊട്ടിക്കാൻ മാത്രമുണ്ട്, തൊട്ടടുത്ത് റഷ്യയുണ്ട്, അത് കഴിഞ്ഞ് ചൈനയുണ്ട് എന്നാ പറയുന്നത്. പക്ഷേ ആ കണക്ക് തെറ്റാണെന്നാണ് അമേരിക്കയിലെ തന്നെ ആംസ് കൺട്രോൾ അസോസിയേഷൻ പറയുന്നത്. അവരുടെ കണക്ക് പ്രകാരം റഷ്യയുടെ പക്കൽ 5580 ആണവായുധങ്ങളുണ്ട്, അമേരിക്കയുടെ കയ്യിൽ 5225 ഉള്ളൂ. ഇത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കണക്കും അമേരിക്കൻ ഏജൻസി പറയുന്നതാണ്. അപ്പം റഷ്യയുടെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും അമേരിക്കൻ ഏജൻസിയുടെ കണക്കനുസരിച്ചും അണുബോംബ് കൂടുതലുള്ളത്. ട്രംപ് പറയുന്നു എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് റഷ്യ. ചിലപ്പോൾ ട്രംപ് പറയുന്നത് ശരിയായിരിക്കാം. പിന്നെ എൻ്റെ കയ്യിൽ 10 അണുബോംബുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ 10 എന്ന് ഞാൻ വിളിച്ചു പറയാൻ പോകില്ല. ഞാൻ പറയും ഒരു 3 എൻ്റെ കയ്യിലുണ്ടെന്ന് പറയും, അല്ലേ? അതെ, അത്രേ പറയുള്ളൂ. അപ്പോൾ ഈ എണ്ണം കുറച്ചേ പറയുള്ളൂ. അപ്പോൾ ഇത് പോയി ഒരു രാജ്യത്തിൻ്റെ ആണവ സ്റ്റോക്ക് പൈൽസിലൊക്കെ പോയി പരിശോധിക്കാനുള്ള സംവിധാനമൊന്നും നിലവിൽ ആർക്കും ഇല്ല. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഉണ്ടെങ്കിൽ പോലും അവർ ചെല്ലുന്ന രാജ്യം സമ്മതിച്ചാൽ മാത്രമേ പരിശോധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കണക്കുകളൊക്കെ കൃത്രിമമാണ്. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും, എന്നാൽ പിന്നെ നമ്മുടെ ഇന്ത്യയുടെ കയ്യിൽ എത്ര ഉണ്ട്? ഇന്ത്യയുടെ കയ്യിലെ കണക്ക് ഈ സിപ്രി എന്ന് പറയുന്ന സ്റ്റോക്ക്ഹോം നാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്, സിപ്രി എന്ന് പറയും. സിപ്രി പറയുന്നത് ഇന്ത്യക്ക് 180 അണുബോംബുകളുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ കണക്ക് 170. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ്റെ അണുബോംബ് ചക്കക്കുരു പോലെ പൊട്ടിപ്പോയി. കാരണം നമ്മൾ കയറിയിട്ട് കിരാന ഹിൽസിൽ അടിച്ചു, ബ്രഹ്മോസ് കൊണ്ട് അടിച്ചു. അത് കഴിഞ്ഞു നൂർഖാൻ എയർബേസ് നമ്മൾ അടിച്ച് തകർത്തു. അവസാനം CIAയിൽ നിന്ന് റിട്ടയർ ചെയ്ത CIA ഉദ്യോഗസ്ഥന്മാർ വരെ വന്നിട്ട് പറയുന്നു, അത് അവിടെ വെച്ചിരുന്നതൊക്കെ ഞങ്ങളുടെ സാധനമാണ്, അമേരിക്കയുടെ സാധനമാണ്. നൂർഖാൻ എയർബേസിൽ പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് പോലും പ്രവേശനമില്ലായിരുന്നു. അമേരിക്കക്കാരാണ് അവിടെ കൊണ്ട് അണുബോംബ് വെച്ചിരുന്നത്. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഇങ്ങനെ അമേരിക്കയുടെ സഖ്യകക്ഷികൾ നാറ്റോയിൽപ്പെട്ട രാജ്യങ്ങളിലൊക്കെ കൊണ്ട് അമേരിക്കയുടെ കുറേ ആണവായുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അമേരിക്ക പാകിസ്ഥാനിൽ കൊണ്ട് വെച്ചിരുന്നു. അത് കിരാന ഹിൽസിലും നൂർഖാൻ എയർബേസിലുമായിട്ടാണ് വെച്ചിരുന്നത്. ഇതാണ് നമ്മുടെ പിള്ളേർ ബ്രഹ്മോസ് ഇട്ടടിച്ച് തവിടുപൊടിയാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് വളരെ പെട്ടെന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നമ്മൾ പറയുന്ന പോലെ താരിഫിൻ്റെ പേരിലാണെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ പ്രതിരോധ വിദഗ്ധന്മാർ പറയുന്നത് അത് മാത്രമല്ല, പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി കിട്ടിയ അടി ട്രംപിനങ്ങ് പൊറുക്കാൻ പറ്റുന്നില്ല. കാരണം നൂർഖാൻ എയർബേസ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവായിട്ട് അമേരിക്ക കൈകാര്യം ചെയ്തിരുന്ന ഒരു എയർബേസാണ്. അവിടെ പാകിസ്ഥാൻ പട്ടാളക്കാരെ പോലും കയറ്റില്ലായിരുന്നു, അമേരിക്കക്കാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ബ്രഹ്മോസിൽ നിന്ന് അവിടെ വീണപ്പോൾ ചാരം പോലും കിട്ടാതെ പോയത് ആരായിരിക്കും? അമേരിക്കക്കാരായിരിക്കും, അമേരിക്കൻ പട്ടാളക്കാരായിരിക്കും. അമേരിക്കയുടെ ആണവായുധ ശേഖരത്തിൻ്റെ അടിവേരാണ് ഇന്ത്യ വെട്ടിക്കളഞ്ഞത്. അതാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഇരുട്ടത്ത് കിട്ടിയ അടി മിണ്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ അമേരിക്കയ്ക്ക് മിണ്ടാനും പോയി. എന്നെ ഇന്ത്യ അടിച്ച് പപ്പടമാക്കിയേ എന്ന് ട്രംപിന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് താരിഫൊക്കെ കൂട്ടി ഇന്ത്യക്കിട്ട് പണി വെക്കുന്നു എന്നാണ് ഒരു സിദ്ധാന്തം. അത് വിശ്വസനീയമാണ്. കാരണം കിരാന ഹിൽസിൽ ഈ റേഡിയേഷൻ ചോർച്ചയുണ്ടായി. അമേരിക്കയുടെ അത് പരിശോധിക്കാനുള്ള പ്രത്യേക വിമാനം പറന്നു വന്നു. അത് കഴിഞ്ഞ് ഈജിപ്തിലെ നൈൽ നദിയുടെ തീരത്തുള്ള പ്രത്യേകതരം മണ്ണ് കൊണ്ടുവന്ന് അവിടെ കവർ ചെയ്തു എന്നൊക്കെ ഇൻ്റർനാഷണൽ വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മുടെ സൈന്യ മേധാവിയോട് ചോദിച്ചു, നമ്മൾ ഇന്ത്യൻ സൈന്യം കിരാന ഹിൽസിൽ അടിച്ചോ? അവിടെയാണ് പാകിസ്ഥാൻ്റെ ആണവശേഖരം അവിടെ ആയിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മൾ അല്ല എന്ന് പറഞ്ഞില്ല, ആണെന്നും പറഞ്ഞില്ല. ഓഹോ, അവിടെ ഉണ്ടായിരുന്നല്ലേ, ഓക്കെ, ഇത്രയേ പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മൾ അടിച്ചെന്നും പറഞ്ഞില്ല, അടിച്ചില്ല എന്നും പറഞ്ഞില്ല. പക്ഷേ ലോകത്തിപ്പോൾ എല്ലാവർക്കും അറിയാം, കിരാന ഹിൽസിൽ നമ്മൾ ബ്രഹ്മോസ് എടുത്ത് ചാമ്പി ഇവൻ്റെ അമേരിക്ക അവിടെ കൊണ്ടുവച്ചിരുന്ന 170 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഈ 170 മണ്ണിനടിയിലായിപ്പോയി. അതിന് റിക്കവർ ചെയ്യാൻ പറ്റാതായിപ്പോയി. അവിടെ കടുത്ത റേഡിയേഷനുമുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ പക്കൽ ഈ 170 എന്ന് പറയുമ്പോൾ ഈ കണക്ക് ഓർക്കണം. അപ്പോൾ ഇപ്പോൾ ചോദ്യം എന്ന് പറഞ്ഞാൽ, അമേരിക്ക ഒരു ആണവ പരീക്ഷണം പെൻറ്റഗണിനോട് ഇപ്പോൾ ട്രംപ് പറഞ്ഞതുപോലെ പറഞ്ഞാൽ ലോകത്ത് പടപടാന്ന് ആണവ ബോംബുകൾ പൊട്ടും.
കാരണം പിറ്റേ ദിവസം റഷ്യ നടത്തും, പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ചൈന നടത്തും. ഇവർ രണ്ടും പൊട്ടിക്കുമ്പോൾ കിം പൊട്ടിക്കും കൊറിയയിൽ. ഇവർ മൂന്നും പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇന്ത്യക്കും തോന്നും നമുക്ക് ഒരെണ്ണം പൊട്ടിക്കാടാണ്, കാരണം നമ്മൾ ഇതിൽ കക്ഷിയാണ്. കാരണം ഇപ്പോൾ അമേരിക്കക്കെതിരെയുള്ള അച്ചുതണ്ടെന്ന് പറയുന്നത് റഷ്യ, ചൈന, ഇന്ത്യയാണ്. അപ്പോൾ അമേരിക്ക നമ്മളെ കൂടി ഭീഷണിപ്പെടുത്താനാണ് ഈ അണുബോംബ് പൊട്ടിക്കുന്നത്, അണുപരീക്ഷണം നടത്താൻ പോകുന്നത്. അപ്പോൾ അമേരിക്ക 33 വർഷത്തിന് ശേഷം ഈ ആണവ പരീക്ഷണം നടത്തുന്നത് വീണ്ടും ഒരു ശാക്തിക പരീക്ഷണം, ബലപരീക്ഷ ലോകത്തുണ്ടാക്കാൻ പോവുക. ട്രംപ് എനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാനങ്ങ് തകർത്ത് കളയും എന്ന് പറയുന്നില്ല. ഇപ്പോൾ നോബൽ സമ്മാനം കിട്ടിയില്ല, ഞാൻ സമാധാനത്തിൻ്റെ ആളാണ്, 7 യുദ്ധങ്ങൾ നിർത്തി 8ാമത്തെ ഉക്രൈൻ യുദ്ധം നിർത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും എനിക്ക് തന്നില്ലെങ്കിൽ ഞാനങ്ങ് മുടിച്ച് കളയോടാ പണ്ടാരം എന്ന് പറയുന്ന ലൈനിലേക്ക് ട്രംപ് ഇപ്പോൾ മാറുകയാണ്. അപ്പോൾ ആണവ പരീക്ഷണം എങ്ങനെ നടത്തും? അതീവ രഹസ്യമായി നടത്താൻ പറ്റുമോ? നടത്താൻ പറ്റും. നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. 1974 മെയ് 18 പൊക്രാനിൽ ഇന്ത്യ ബുദ്ധൻ ജനിക്കുന്നു എന്ന പേരിൽ, സ്മൈലിംഗ് ബുദ്ധ എന്ന പേരിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത്. അത് നമ്മളന്ന് ഒറ്റ ഫിഷൻ പൊട്ടിച്ചത്. നമ്മളത് അതീവ രഹസ്യമായി അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങളെയൊക്കെ പറ്റിച്ച് നമ്മൾ സാധാരണ ജോലി നടക്കുന്ന പോലെ സൈനികർ ടണൽ ഒഴിക്കുന്നു എന്നൊക്കെ കാണിച്ചിട്ടാണ് നടന്നത്. അതിനുശേഷം പിന്നീട് നമ്മൾ ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ 1998 വാജ്പേയി BJPയുടെ പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കുമ്പോൾ മെയ് 11, 13 2 ദിവസങ്ങളിൽ നമ്മൾ 5 ബോംബുകൾ പൊട്ടിച്ചു. ആദ്യത്തെ പൊട്ടിച്ചപ്പോൾ അമേരിക്ക അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് അവിടെ തന്നെ നമ്മൾ പിന്നെ 2 ദിവസം കഴിഞ്ഞ് പിന്നെയും പൊട്ടിച്ചു. അപ്പോഴും അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങളും അമേരിക്കയെ അറിഞ്ഞില്ല, പൊട്ടിച്ച് കഴിഞ്ഞ് അറിഞ്ഞത്. അത് മാത്രമല്ല, നമ്മളന്ന് പരീക്ഷിച്ചത് ഈ ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ വാജ്പേയിയുടെ കാലത്ത് നടത്തിയ പരീക്ഷണങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ തെർമോ ന്യൂക്ലിയർ ബോംബാണ് പൊട്ടിച്ചത്, അതായത് 45 കിലോ ടൺ ഉള്ള അണുബോംബ്. അതിനുശേഷം ഫിഷൻ ഉപകരണം 15 കിലോ ടൺ നമ്മൾ പ്രയോഗിച്ചു. പിന്നീട് സബ് കിലോ ടൺ ആയിട്ടുള്ള 0.2 കിലോ ടൺ, അതാണ് നമ്മൾ മെയ് 11 പൊട്ടിച്ചത്. മെയ് 13 ആയപ്പോൾ നമ്മൾ 2 സബ് കിലോ ടണ്ണും 0.5 2 സബ് കിലോ ടൺ 2 ചെറിയ പരീക്ഷണങ്ങൾ നടത്തി. അതിനകത്ത് 0.5 കിലോ ടണ്ണും 0.3 കിലോ ടണ്ണുള്ള 2 ബോംബുകൾ പൊട്ടിച്ചു. അപ്പോൾ ഇന്ത്യ മറ്റുള്ളവരെല്ലാം ഓരോ ബോംബൊക്കെ പൊട്ടിച്ചിരുന്നപ്പോൾ നമ്മളെന്ത് ചെയ്തു? മെയ് 13, 11, 13 5 എണ്ണം അങ്ങ് പൊട്ടിച്ചത്. അപ്പോൾ ഏതായാലും ഈ ആണവ സ്ഫോടനങ്ങൾ നടത്തുമ്പോൾ എന്തൊക്കെയാണെങ്കിലും വളരെ പരിമിതമായ സുരക്ഷിതമായ സ്ഥലത്ത് മരുഭൂമികളിലും ഒക്കെ വെച്ചാണ് നടത്തുന്നതെങ്കിലും അതിൻ്റെ ഒരു റേഡിയേഷനൊക്കെ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ട്രംപ് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത്, ട്രംപ് 33 വർഷത്തിന് ശേഷം ഒരു അണുബോംബ് എടുത്ത് വെച്ച് പൊട്ടിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ലോകത്തിൻ്റെ പല ഭാഗത്ത് പുതിയ അണുബോംബുകൾ പൊട്ടാൻ പോവുകയാണ്. അപ്പോൾ ലോകം വല്ലാത്തൊരു ടെൻഷനിലേക്ക് എസ്കലേറ്റ് ചെയ്യുകയാണ്. എനിക്ക് കിട്ടാത്തത് ആർക്കും വേണ്ട എന്ന് പറയുന്ന പോലെ ഞാൻ തോക്കുമെങ്കിൽ ഞാൻ ഈ ലോകം വേണ്ടിവന്ന മുടിച്ചു കളയും എന്ന് പറയുന്ന തരത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് മാറുന്നു. വല്ലാത്ത നിരാശയിൽ പൂണ്ടുപോയ ഒരു മനുഷ്യൻ്റെ ജൽപ്പനങ്ങൾ പോലെ. കാരണം ഇതിപ്പോൾ പൊട്ടിക്കേണ്ട ഒരു കാര്യമില്ല. റഷ്യ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മൾ തുല്യരായിരിക്കണമെങ്കിൽ ആണവ ആയുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന മിസൈലുകൾ പരീക്ഷിച്ചാൽ മതി. കടലിൽ നിന്നും സബ്മറൈനിൽ നിന്നും. റഷ്യ ചെയ്തെങ്ങനെയാണ്? കരയിൽ നിന്നും ആകാശത്തു നിന്നും കടലിനടിയിൽ നിന്നും പരീക്ഷിക്കാവുന്ന മിസൈലുകളാണ് റഷ്യ വിക്ഷേപിച്ചത്. അത് ചെയ്താൽ പോരെ ട്രംപിന്? പിന്നെ എന്തിനാണ് ട്രംപ് ഇപ്പോൾ ഒരു അണുബോംബ് പൊട്ടിക്കാൻ പോകുന്നത് എന്നൊരു വലിയ ചോദ്യമാണ്. അത് എവിടെ നടത്തും? രഹസ്യമായിട്ട് നടത്തുമോ? അതിനു മുമ്പ് റഷ്യയോ ചൈനയോ അത് കണ്ടുപിടിക്കുമോ എന്നൊക്കെ അറിയണം. ഏതായാലും ലോകത്തെ വല്ലാത്തൊരു ടെൻഷനിലേക്ക് എസ്കലേറ്റ് ചെയ്യാൻ പോവുകയാണ് മൃണിത ഹൃദയനായ മുറിവേറ്റ ട്രംപ്. കഴിഞ്ഞ ട്രംപിന് ഇപ്പം നടപ്പൊക്കെ കണ്ടാൽ എന്തോ വലിയ കുഴപ്പമുണ്ട്. അങ്ങനെയുള്ള ട്രംപ് ലോകത്തെ മുടിക്കുമോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അനാവശ്യമായി വീണ്ടും ലോകത്ത് ഈ പറയുന്ന ശീതയുദ്ധത്തിന് ശേഷം അമേരിക്ക തങ്ങളുടെ ആധിപത്യം പൊട്ടിച്ച് രക്ഷപ്പെടുന്നു. ഞങ്ങൾ പറഞ്ഞാൽ മറ്റ് ചെറിയ രാജ്യങ്ങൾ പോലും കേൾക്കാതെ വരുന്നു എന്ന് ഉള്ള നിരാശയിൽ നിന്നാണ് ഇപ്പോൾ ട്രംപ് ഇപ്പോൾ ഈ ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കാനുള്ള ശ്രമം നടത്തുന്നത്. മാത്രമല്ല അത് ബ്രിക്സിനെതിരായ ഒരു ഭീഷണി കൂടിയാണ്. നാറ്റോയ്ക്ക് ബദലായി, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ബദലായി, ഡോളറിന് ബദലായി ബ്രിക്സ് എന്ന് പറയുന്ന പുതിയ ശാക്തിക ചേരി ഉയർന്നു വരുന്നത് അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇനിയിപ്പോൾ അറ്റക്കൈ എന്ന് പറയുന്നത് അണുബോംബെടുത്ത് വീശുക എന്നുള്ളതാണ്. പക്ഷേ വേറൊരു കാര്യം ആലോചിക്കണം. അമേരിക്കയ്ക്കെതിരെ നിൽക്കുന്ന റഷ്യയും ചൈനയും ഇന്ത്യയും വടക്കൻ കൊറിയയും കൂടെ ചേർന്നാൽ അമേരിക്കയുടെ കയ്യിലുള്ളതിൻ്റെ ഇരട്ടിയിലേറെ അണവായുധങ്ങൾ മറ്റുള്ളവരുടെ കയ്യിലുണ്ട്. ലോകത്തെ ട്രംപ് കൊല്ലുമോ ഇല്ലയോ
ഒരു ന്യൂക്ലിയർ യുദ്ധത്തിന് വീണ്ടും അമേരിക്ക ട്രംപിൻ്റെ കാലത്ത് വഴിവെക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാം. ഏതായാലും ആണവ യുദ്ധത്തിലേക്കൊന്നും പോവില്ല, പക്ഷെ പൊട്ടിച്ച് എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ള ആശങ്ക പൊതുവിൽ ജിയോ പൊളിറ്റിക്സിൽ ഭീതിയുണ്ട്.